കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. വൃക്കരോഗം ബാധിച്ച് ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന യുവാവിന്റെ ചികിത്സയ്ക്കായി നാടൊരുമിക്കുന്നു. നിലമ്പൂർ പട്ടരാക്ക കുന്നുമ്മൽ അനിരുദ്ധന്റെ ചികിത്സയ്ക്കായാണ് സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നത്. ആശാരിപ്പണിക്കാരനാണ് അനിരുദ്ധൻ. ദീർഘകാലമായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. അനിരുദ്ധന്റെ ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർ. എന്നാൽ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിവരുന്ന ഭാരിച്ച ചെലവ് താങ്ങാൻ ശേഷിയില്ല. ഈ സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയ നടത്തി അനിരുദ്ധനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിപുലമായ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ദൌത്യത്തിൽ സഹകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ചെയർമാൻ ലാൽ ജോസഫ്, കൺവീനർ PG വിജയകുമാർ, സഹായ സമിതി അംഗങ്ങളായ RP സുബ്രഹ്മണ്യൻ, P സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ ചക്കാലക്കുത്ത് കുന്നുമ്മൽ അനിരുദ്ധൻ എന്ന് പറയുന്ന ഒരു നാട്ടുകാരന്റെ ചികിത്സാ സഹായ സമിതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ചക്കാലക്കുത്ത് ഭാഗത്ത് താമസിക്കുന്ന ഒരു കാർപ്പൻട്രി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബാംഗമാണ്. 49 വയസ്സാണ് പ്രായം. അദ്ദേഹത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ഇതുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടുത്തെ ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത് ഇനിയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ, മാറ്റിവെക്കൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു തീരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബമായതുകൊണ്ടും ഇപ്പം തൊഴിലിൽ പൂർണ്ണമായിട്ടും പോകാൻ കഴിയാത്തതുകൊണ്ടും അത് പൊതുജനങ്ങളുടെ ഒരു സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് മനസ്സിലാക്കിയാണ് ചക്കാലക്കുത്ത് കേന്ദ്രമാക്കിക്കൊണ്ട് ഇങ്ങനെ അനിരുദ്ധൻ ചികിത്സാ സഹായ സമിതി എന്ന രീതിയിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടുകയും അതിന്റെ ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അതിന്റെ കമ്മിറ്റി അംഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പ്രാരംഭമായ എല്ലാ ചർച്ചകളും മീറ്റിങ്ങുകളും എല്ലാം കൂടി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ്. അതായത് നിലമ്പൂർ പോലുള്ള സ്ഥലത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചികിത്സാ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിന് പണം സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശരിക്കും പൂർണ്ണമായിട്ട് ഇരുവൃക്കകളും തകരാറിലായതുകൊണ്ട് നല്ല ഭീമമായ ഒരു തുക അതിന് ആവശ്യമായി വരും, തുടർ ചികിത്സയ്ക്ക് അടക്കം. ഇപ്പോൾ അത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മൂത്രതടസ്സം അടക്കമുള്ള ചെറിയ രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം പോയി ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ള മുൻപ് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് വരുന്ന ചികിത്സയും അതോടൊപ്പം ശസ്ത്രക്രിയയും അതിനുശേഷം വരുന്ന തുടർ ചികിത്സ അടക്കമുള്ള ഒരു ബഡ്ജറ്റാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം ഞങ്ങളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മേഖലകളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് നാട്ടുകാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്രവാസികളടക്കമുള്ള വ്യക്തികളിൽ നിന്നും നേരിട്ട് പോയി ഒരു ധനശേഖരണം നടത്താം എന്നാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇതൊരു അഭ്യർത്ഥനയായിട്ട് ജനങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദരിദ്ര കുടുംബത്തിൽ കഴിയുന്ന ഈ ഒരു വ്യക്തിക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കാൻ കഴിയുള്ളൂ. ഇതിനുവേണ്ടിയാണ് ഈ ഒരു ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.